ഞാനിപ്പോൾ ഉള്ളത് ഗെൻഡിങ് ഹൈലാൻഡിലാണ്. മലേഷ്യയിലുള്ള ഗെൻഡിങ് ഹൈലാൻഡിലെ കേബിൾ കാറാണ്. ഗെൻഡിങ് ഹൈലാൻഡിലോട്ട് പോകാനായിട്ട് 2 ടൈപ്പ് കേബിൾ കാർസ് ഉണ്ട്. ഒന്ന് പുതിയ ടൈപ്പും പിന്നെ ഇത് പഴയ ടൈപ്പ്. ഇപ്പം ഞാൻ ഈ കയറിയിരിക്കുന്നത് പഴയ ടൈപ്പാണ്, ഓൾഡ് ടൈപ്പ് കേബിൾ കാറാണ്. ഈ കേബിൾ കാർ അങ്ങനെ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യൽ വളരെ കുറവാണ്, തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ. പഴയ ടൈപ്പ്, പഴയ ഷേപ്പാണ് ഈ കേബിൾ കാർ. ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ കണ്ടില്ലേ. കേബിൾ കാർസിനൊക്കെ പ്രത്യേകത അറിയാലത് എവിടെയും സ്റ്റോപ്പ് ആവില്ല, അങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പഴയ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും. ഈ വലിയ റോപ്പിലാണ് ആ കേബിൾ കാർ വർക്ക് ചെയ്യണത് കേട്ടോ. ഇപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തടായി. ഇതാണ് സ്റ്റാർട്ടിങ്. താഴത്തെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത്തിരി പഴയ സെറ്റപ്പാണ്. ഈ കേബിൾ കാർ കൂടി അല്ലാതെ ബൈ റോഡും നമുക്ക് ഗെൻഡിങ് ഹൈലാൻഡിലോട്ട് എത്താൻ പറ്റും. പലരും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റായ പേരിലാണ്. ഗെൻഡിങ് ഐലൻഡ് എന്നാണ് പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇത് ഐലൻഡ് അല്ല, ഇത് ഹൈലാൻഡ് ആണ്. അത് മലയുടെ മുകളിൽ ഉള്ളൊരു സ്ഥലമാണ്. ടോപ്പിൽ കാണുന്നതാണ് ഹൈലാൻഡ്. ഹൈലാൻഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഗെൻഡിങ് ഹൈലാൻഡ് ശരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1800 മീറ്റർ ഹൈറ്റില്, 1800 ഫീറ്റ് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗെൻഡിങ് ഹൈലാൻഡ്. നമ്മുടെ കോലാലംപൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാർക്കിംഗ് ലോട്ടിലെത്താം. പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് കേബിൾ കാർ ത്രൂ നമുക്ക് ടോപ്പിലോട്ട് പോകും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര രസമുള്ള വ്യൂ ആണ് ഉണ്ടാവും. ഇതൊരു 15 മിനിറ്റ്സ് കേബിൾ കാറിൽ, 10 മിനിറ്റ്സ് നമുക്ക് കേബിൾ കാറിൽ പോകാം. ഗെൻഡിങ് ഹൈലാൻഡ് മേളിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടലുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം 7,000 അടുത്ത് റൂംസ് വരുന്നൊരു ഹോട്ടലാണ്. ഇതിനൊക്കെ ഷെയ്ക്ക് വരുന്നതിൻ്റെ ജോയിൻസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഗെൻഡിങ് ഹൈലാൻഡിലാണ്. ഇതിലൊരു ചൈനീസ് വ്യവസായിയാണ് ഈ ഗെൻഡിങ് ഹൈലാൻഡ് കണ്ടെത്തിയതെന്ന് പറയുന്നത്. ഇത് പണ്ടൊരു കംപ്ലീറ്റ്ലി മല നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. 1963 പുള്ളി ഒരു 9 days ഇതിനകത്തൊരു റിസർച്ച് പോലെ ഒരു എക്സ്പ്ലോറേഷൻ നടത്തി. പിന്നീട് 1968 ഗവൺമെന്റ് പെർമിഷനൊക്കെ എടുത്ത് 1965 ഗെൻഡിങ് ഹൈലാൻഡിലുള്ള റോഡ് ആക്സസ് പുള്ളി ഉണ്ടാക്കുകയും പിന്നെ താമസിക്കാൻ ചെറിയ ചെറിയ ഹോം സ്റ്റേ പോലെ സെറ്റപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തു ആൾക്കാർക്ക് താമസിക്കാനായിട്ട്. പിന്നെ അത് ഭയങ്കര സക്സസ് ആയി. കാരണം മലേഷ്യ പൊതുവെ നിങ്ങൾക്കറിയാം, കോലാലംപൂർക്കറിയാം, ഭയങ്കര ചൂടാണ്, ഭയങ്കര ഹോട്ട് കാലാവസ്ഥയാണ് കോലാലംപൂർ, ഭയങ്കര ചൂടാണ്. അതേസമയം ഈ ഗെൻഡിങ് ഹൈലാൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തണുപ്പാണ്, കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് ഗെൻഡിങ് ഹൈലാൻഡ്. നമ്മുടെ ഒരു ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെ ഒരു സ്ഥലമാണ് ഗെൻഡിങ് ഹൈലാൻഡ്. അപ്പോൾ പെട്ടെന്ന് അത് ക്ലിക്കായി. പക്ഷെ അത് ക്ലിക്കാനുള്ള മെയിൻ കാരണം ഈ ചൈനീസ് വ്യവസായി ഇവിടെ ഒരു കസിനോ സ്റ്റാർട്ട് ചെയ്തു. മലേഷ്യയിലെ ആദ്യത്തെ കസിനോ ആണ് ശരിക്കും പറഞ്ഞാൽ ഗെൻഡിങ് ഹൈലാൻഡിലുള്ളത്. 1969 ഏപ്രിൽ 28 1968 ഏപ്രിൽ 28 ശരിക്കും കസിനോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മലേഷ്യയിലെ ആദ്യത്തെ കസിനോ ആണ് ഗെൻഡിങ് ഹൈലാൻഡിൽ ഓപ്പൺ ചെയ്തത്. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു. റിസോർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് ഇത് റൺ ചെയ്യുന്നത്. റിസോർട്ട് വേൾഡിൽ ഒരുപാട് ക്രൂയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂരിലെ സാന്റോസ് ഐലൻഡ് ഒക്കെ റിസോർട്ട് വേൾഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്.
പിന്നീട് പയ്യെ പയ്യെ കേബിൾ കാറായി, ഹോട്ടൽസായി. കാസിനോയിൽ വരുന്നവർക്ക് താമസിച്ച് ഗാംബിൾ ചെയ്യാനായിട്ടും ഒക്കെ കാസിനോ ഹോട്ടൽസ് ആവശ്യമായി. ഹോട്ടൽസ് പയ്യെ 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 ഇത് ഇപ്പോൾ മലേഷ്യയിലെ ഏറ്റവും ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗെറ്റിംഗ് ഹൈലാൻഡ്. ഇതിൻ്റെ അതായത് ഹൈലാൻഡിൻ്റെ മേളിലായിട്ട് ഭയങ്കര ടോപ്പ് ക്ലാസ് സംഭവങ്ങൾ വരുന്ന മാളുകൾ എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ അവിടെ. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഉണ്ടോ? അത്ര ആറ്റത്തുനിന്നാണ് നമ്മൾ കയറിയത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കണ്ടോ. അപ്പം നമ്മൾ ചെല്ലുന്നത് ചെറുതായി കാണിച്ചുതരാം. ഇതാ ഇനിയും ഒരുപാട് പോകാനുണ്ട് കണ്ടോ. അറ്റത്താണ് ഹൈലാൻഡ് ആണോ നമ്മൾ കണ്ടോ. ഹോട്ടൽസ് റിസോർട്ട്സ് ഒക്കെ കണ്ടോ. അതിൻ്റെ ടോപ്പിലോട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും കണ്ടോ. കാണുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും. താഴത്തെ കുഴിയുണ്ടോ. ഇതൊരു പഴയ ടൈപ്പ് കേബിൾ കാറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പുതിയ ടൈപ്പ് ഉണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. പുതിയ കേബിൾ കാറുണ്ടോ, അതാണ് പുതിയ കേബിൾ കാർ റൂട്ട്. കാണാൻ പറ്റും കേട്ടോ. ഇത് പഴയ കേബിൾ കാർ റൂട്ട്. ഇതാണ് പഴയ കേബിൾ കാറിന്റെ എക്സിറ്റ്. നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നു, ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു. അതെന്താ ഹോട്ടലാണ്. ഇതൊക്കെ ഹോട്ടൽസാണ്. ഇതൊക്കെ ഹോട്ടൽസാണ് കേട്ടോ. ഇതാണ് ഗെറ്റിംഗ് ഹൈലാൻഡിലെ ഷോപ്പിംഗ് മാള് കണ്ടോ. ആ അറ്റത്ത് ആ ഒരു കുതിരയുടെ ഇത് കണ്ടോ, പ്രതിമ, സ്റ്റാച്ചു. അതിൻ്റെ ബാക്കിലായിട്ടാണ് കാസിനോ വന്നത്. ഭയങ്കര രസമാണ് ഈ മാള് കാണാനായിട്ട്. ഇതാണ് പുതിയ കേബിൾ കാർ. നമുക്ക് തിരിച്ചു പോകേണ്ടത് ഈ കേബിൾ കാർ ത്രൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇത് കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. അപ്പം നമ്മ വന്ന കേബിൾ കാറില്ല, തിരിച്ചു പോകുന്ന ഈ കേബിൾ കാർ ത്രൂ ആണ്. പക്ഷേ ഈ കേബിൾ കാറിന് ഭയങ്കര തിരക്കാണ്. കണ്ടോ, ക്യൂ കണ്ടോ, നിൽക്കാനുള്ള ക്യൂ ഉണ്ടോ. ഇതാണ് ആ മാള്. സോറി. ഭയങ്കര അടിപൊളിയാണ്. ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാളിൽ. ഭയങ്കര രസമാണ്. ആ സെക്ഷൻ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷനാണ് അവിടെ. കണ്ടോ, ആ ഭാഗമൊക്കെ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ. പണ്ടൊരു സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല. ഇവിടെ കണ്ടൊരു കാര്യമാണിത്, നമ്മുടെ നാട്ടിലധികം ഇത് പോപ്പുലർ ആയിട്ടില്ല. ചൈനയിലും അതേപോലെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇത് പവർ ബാങ്കാണ്. നമുക്ക് ഫോൺ എവിടെയെങ്കിലുമൊക്കെ ചാർജ് തീർന്ന കാര്യങ്ങളൊക്കെ മാളിലും കാര്യങ്ങളൊക്കെ പവർ ബാങ്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് റെൻറ്റിന് എടുക്കാം. ഇന്ന് QR കോഡ് വഴി സ്കാൻ ചെയ്ത് റെൻറ്റിന് എടുക്കാം. കണ്ടോ, ഇതൊക്കെ പവർ ബാങ്ക്സ് ആണ്. ഇതൊക്കെ ഓൾറെഡി റെൻറ്റിൽ പോയിട്ടുള്ളതാണ്. ആദ്യത്തെ 10 മിനിറ്റ് ഫ്രീ ആണ്. സൂപ്പർ ഫാസ്റ്റ് ചാർജ് സ്റ്റേഷൻ 30 മിനിറ്റ് കൊണ്ട് 60 to 80% ചാർജ് ആവും. നമ്മുടെ നാട്ടിൽ ഈ പരിപാടി ആയിട്ടില്ല.